ഗൈസ് ഞാൻ പഠിച്ച സ്കൂളാട്ടത്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് സ്കൂളിൻ്റെ വിശേഷങ്ങൾ കാണാം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ടുട്ടു. പിന്നെ ഇത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം സ്കൂൾ കാണാനാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം +2 വരെ പഠിച്ച സ്കൂളാട്ടോ. ഇന്നലോട് നമ്മുടെ പരിചയം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സ്കൂളിൻ്റെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ആ പഴയ മെമ്മറീസ് പോകാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. കാണാം. ഗൈസ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ഉണ്ട് പഠിക്കണേ. വന്നോക്കെ ക്യാമറ വന്നോക്കെ ഉണ്ട് അവിടെ മോനെ ഫുൾ A+. ആദ്യം നമ്മളെ 10 എത്ര A+ ഉണ്ടെന്ന് ഗസ് ചെയ്യും. ആദ്യം നമ്മളെ ഗായ്സ് മാഷാഅല്ലാ നല്ല കാര്യം നിങ്ങളാണ് ഈ ക്ലാസ്സിലാണ് പരീക്ഷ ചെയ്തത്. ഇന്നലെ ഞാൻ പരീക്ഷ ചെയ്തത് ഈ ക്ലാസ്സിലാട്ടോ. ഇതാ ഞാൻ അവിടെ എഴുതിയത് ആ മുന്നിൽ ഇല്ല ഫ്രണ്ടിൽ. ഗൈസ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് എവിടെയാണ് നമ്മൾ +2 നമ്മൾ +2 അങ്ങോട്ട് താഴത്തേക്കാണ് പോണത്. യെസ് പ്രകൃതി രമണീയായ സ്ഥലം. ഓ ഗായ്സ് ഇവിടെ വരുമ്പോൾ ഒരു വൈബാട്ടോ. പക്ഷെ എതു പഠിച്ച ക്ലാസ് പഠിക്കണോ വെച്ച് ബാക്കി കണ്ടുപിടിയാ അതോ ഗായ്സ്. ഇവിടുത്തെ പ്രത്യേകം തരോ നമ്മൾ ഇവിടെ പഠിച്ചിട്ടൊന്നുമില്ല വല്ലാതെ. പഠിപ്പിൻ്റെ ആശാമാരല്ല, പക്ഷെ നമ്മൾ ബാക്കിയുള്ള എല്ലാ പരിപാടി ഉണ്ട്. ഞങ്ങള് കലാവിരുദ്ധകൾ, ദഫ്, അറപ്പനമുട്ട്, പിന്നെ വടംവലി, സ്പോർട്സ് ഐറ്റംസ് എല്ലാത്തിനും നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ പങ്കെടുത്തിരുന്നു, വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ പഠിത്തത്തിൽ നമുക്ക് ഇവിടെ പിടിക്കാൻ പറ്റിയില്ല. +2 തോറ്റിപ്പോൾ 2ാം വട്ടം ഇതാ വന്നിരിക്കണേ. പിന്നെ ഏത് പഠിച്ച ക്ലാസ് പറഞ്ഞിട്ട് പേര് അവിടെ പോയി. ഈ D2 പഠിച്ച കുട്ടികൾ ഫുള്ള് നല്ല നെല്ലെത്തിക്കണം. പിന്നെ ഗൈസ് എൻ്റെ ക്ലാസ് ഗൈസ് ഗസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഏറ്റവും ഉയരത്തിലായിരുന്നത് ആ ഫസ്റ്റത്തെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ക്ലാസ് ചെയ്താ സെക്കൻഡോ? എൻ്റെ ക്ലാസ് CS2 നേരെ നമ്മളെ ഈ ഗൈസ് നമ്മളെ മാഷന്മാരുണ്ട് ഇവിടെ. കുഴപ്പമില്ല അവര് പോട്ടെ. അല്ല അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ പറഞ്ഞെടുക്ക്. ടോയ്ലറ്റ് ടോയ്ലറ്റ് കാണിച്ചിട്ട് ഞാൻ ക്ലാസ്സിനേക്കാളും കൂടുതൽ ടോയ്ലറ്റ് ഇരുന്നിക്കണേ. ഒപ്പം ക്ലാസ് കട്ട് ചെയ്തിട്ട് ടോയ്ലറ്റ് ഇരിക്കുക. ഇപ്പം നമ്മളെ സാർമാരൊക്കെ ആ വഴി പോകും ഗൈസ്. ഈ വരാൻ്റെ കൂടെ ഒക്കെ നമ്മൾ എത്ര നടന്നിട്ടുണ്ട് അറിയോ. പക്ഷെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്റ്റെപ്പ് ഒന്നും ഇവിടെ പുതിയത്. ഇത് പുതിയതാണ്. അതെ ഇതൊക്കെ പുതിയതാണ്. ഇവിടെയൊക്കെ ഞാൻ കുറേ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇതിനൊക്കെ എത്ര വട്ടം മണ്ടും കാര്യങ്ങളും ചെയ്തു അറിയോ. അടിപൊളി വൈബ് ഇതിനൊക്കെ പോകുമ്പോൾ. ഞങ്ങളെ സയൻസ് ലാബും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടോ. സയൻസ് ലാബ്, അതുപോലെ ബോട്ടണി ലാബ്, ഇത് കെമിസ്ട്രി ലാബ് ഇവിടെ കേട്ടോ. ഇതാണ് കെമിസ്ട്രി ലാബ്. ഇത് ഇവിടെ ഞാൻ കുറേ കത്തിച്ചൊക്കെ ചെയ്തു. കെമിസ്ട്രി ലാബ്. ഇത് കാണുമ്പോ മറ്റേ പാട്ട് തന്നെ. മനസ്സേ മനസ്സേ കേൾക്കൂ മനസ്സിൻ മടിയിൽ. ഇതെന്താ ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് ഈ ലാബ് തന്നെയാണ്. അതിന്റെ വേറെ ഡോറാണ്. അങ്ങനെ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് സ്കൂട്ടാണ് ഇങ്ങനെ വരും. വേറൊരു ഗേറ്റ്. അതെ ഇങ്ങനെ വരും. ഇവിടുന്ന് ഇങ്ങനെ ചാടും, നേരെ ബാത്റൂമിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ മേലക്കട കയറി പോകും. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വന്നപ്പോൾ ഏകദേശം നമുക്ക് നൊസ്റ്റൂന്ന് നമ്മളായിട്ടില്ല, കാരണം 1 വർഷമായിട്ടുള്ള സ്കൂൾ കഴിഞ്ഞിട്ട് പോകും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു ഫീൽ ഉണ്ട്, കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ മണ്ടണതും. ഞാൻ 10 വരെ ഇവിടെ ഇല്ലട്ടോ പഠിച്ചത്. ഞാൻ 10 വരെ പ്രസന്റേഷൻ CBSE അല്ല, സ്റ്റേറ്റ്. ഞാൻ സ്റ്റേറ്റ്, ഇപ്പൊ ഞാൻ CBSE. വള്ളുവനാടെ പഠിച്ചത്, ഇപ്പൊ ഞാൻ CBSE. ഞങ്ങൾ എന്തായാലും ഞങ്ങളെ സ്കൂൾ ടൂർ എന്തായാലും കാണിക്കില്ലേ. അവിടെയൊക്കെ ഭയങ്കര ഫ്രീ ആണ്. അതെ. പിന്നെ +1 +2 എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തൊരു കാലമായിരുന്നു. വേണ്ട, ലൈഫ് ചേഞ്ച് ചെയ്തൊരു കാലമാണ് +1 +2. എല്ലാത്തിനെയും ഈ പൊട്ടുണ്ടായിരുന്നു കൂടെ.
ഈ മൊണ്ണ ഞങ്ങളെ ജൂനിയർ ആയിരുന്നു. ഈ മൊണ്ണ പിന്നെ വന്നത്. ഇവൻ ജൂനിയർ ആയിരുന്നു നമ്മളുടെ 2 കൊല്ലം. ഇപ്പം 10ലായിരുന്നു ആ സമയത്ത്. നമ്മൾ പ്ലസ് 2 ആകുമ്പോ 10ല്, പ്ലസ് 2 പ്ലസ് 1 പഠിക്കുമ്പോ 9ല്. പഠിച്ചിട്ടില്ല. LKG UKG ഞാൻ നഴ്സറി മുതൽ LKG UKG LKG UKG പഠിച്ചു. നഴ്സറി ഇതൊന്നും പോയിട്ടില്ല, അംഗനവാടി ഒന്നും പോയിട്ടില്ല. ഇവൻ നമ്മളേക്കാൾ 2 കൊല്ലം താഴെ. ഇപ്പം നമ്മള് പ്ലസ് 2 അല്ലല്ല, നമ്മള് പ്ലസ് 2 പ്ലസ് 1ലാണ്. ഒരു കൊല്ലം പ്ലസ് 1ലുണ്ടല്ലോ. ഞാൻ പറയണ്ടേ താഴത്തെ ഹോട്ടലില്, ഞാൻ പറയാം താഴത്തെ ഹോട്ടലുണ്ട്. ഞാൻ പിന്നെ ആദ്യമായിട്ട് കണ്ടുപിട്ടത് ആ ഹോട്ടലിനാ. ആ ഹോട്ടലിൽ കാണിച്ചുതരാം. അങ്ങനെ കമ്പനിയാണ്. അപ്പൊ വന്നപ്പോ തന്നെ പേരൊക്കെ ഉച്ചക്ക് അടിപൊളി. ഞങ്ങള് പ്ലസ് 2 പഠിക്കുമ്പോ പ്ലസ് 1. ഈ മൊണ്ണ പിന്നെ ജെയ്സൺ ആയിരുന്നു ഇവിടുത്തെ. ഈ D2 നേരത്തെ കാണിച്ച ക്ലാസ്. ജെയ്സൺ ദിൽഷാദ് ഇല്ല. ഇവൻ എങ്ങനെ അറിയോ? ഞാൻ പറട്ടെ, ഇവൻ ജെയ്സൺ എങ്ങനെ അറിയോ? ഇവിടുത്തെ കുടുക്കൊക്കെ ഇട്ടിട്ട് പഠിക്കാൻ വരും. നല്ല പഠിപ്പിച്ചിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോ ഒന്നുമില്ല. എന്നിട്ട് ആ മറ്റേ D2 കുട്ടികൾ മൊത്തം പിന്നെ കളിയാക്കുക. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറയായിരുന്നു. സുരാജൊക്കെ ഉണ്ട്. സുരാജൊക്കെ പക്ഷെ പിന്നെയുണ്ടല്ലോ ചെക്കൻ 10 വരെ ഫുൾ A+ പഠിപ്പ്. CBSE ആയതുകൊണ്ട് 10ാം ക്ലാസ് അവന് മുങ്ങി. മറ്റേ കൊറോണ കാലം നമുക്ക് അടുത്ത സ്ഥലങ്ങൾക്ക് പോവാം. നമ്മളെ മെയിൻ ഭാഗങ്ങളൊക്കെ അവിടെ എടുത്ത് പ്ലസ് 2 ബ്ലോക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ ഇതില്ല. വാ ഇത് കണ്ടോ ഓന്റെ ക്ലാസ്സാന്ന് പറഞ്ഞിട്ട് പോരുന്നില്ല. യദുവിന്റെ പണ്ടത്തെ കുട്ടി ലവർ ഇവിടെ പഠിച്ചിരുന്നു. അതുകൊണ്ട് അത് ഇത് യദുവിന്റെ ലവർ ഈ ക്ലാസ്സിലാ. യദു കമ്മിറ്റഡ് അല്ല കേട്ടോ. യദു സ്കൂളിൽ വന്നപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ നൊസ്റ്റ് അടിച്ചതാണ് ബിറ്റുകള്, മൈക്രോ പ്രിന്റ്. ഇത് ഇവിടുന്ന് കിട്ടിയതാണ്. പക്ഷെ ഹിന്ദി നമ്മളെന്തോ കൊറേ യൂസ് ചെയ്തിട്ടുള്ള സാധനം. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്തിങ്ങനെ നമ്മൾ കട്ടൗട്ട് ചെയ്യും, യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. എന്റെ രജിസ്റ്റർ നമ്പറൊക്കെ ഉണ്ടോന്നാണ് ഞാൻ നോക്കണത്. അതേപോലത്തെ നമ്പർ വല്ലവർക്കും ഉണ്ടോ കാണില്ല. ബിറ്റുകൾ കണ്ടോ അത് ഇഷ്ടം പോലെ. അത്ര സെറ്റപ്പ് ഒന്നും നമ്മളില്ല. ഞാനൊക്കെ ബിറ്റ് ഓരോ ചെക്കന്മാര് തരുമ്പോ കയ്യിൽ വെച്ചിരുന്നു. പക്ഷെ ഒന്നും നമുക്ക് എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇപ്പൊ മോളി ഇവിടുത്തെ ഒരു വ്യൂ ഇതാണ് കണ്ടോ. ഇത് വേറെ ബ്ലോക്കിക്ക് സെക്ഷനിക്ക് കിടക്കുന്ന സ്ഥലമാണ്. അതൊക്കെ പുതിയ ബിൽഡിങ്ങിന്റെ ഇതല്ലേ. മാറ്റങ്ങളുണ്ടോ സ്കൂളില്? മാറ്റങ്ങളേ ഉള്ളൂ. എന്താ ഇവിടെ പഠിച്ചവരൊക്കെ തോറ്റു. മാറ്റങ്ങളുണ്ടോ? ഒരു മാറ്റം ഈ വഴിയൊക്കെ ഇതാണ് എന്റെ 10ാം ക്ലാസ്. ഇപ്പൊ എന്റെ 10ാം ക്ലാസ് 10D ഫുഡ്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് ഇതേപോലെ ഞാൻ എന്നിട്ട് ഇവിടുത്തെ കുട്ടികളെയൊക്കെ വായ നോക്കും. TTI ബ്ലോക്ക്, ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെന്താ ഇതാണ് അച്ചിങ് ഗൈസ്. പുകപ്പേര ഇതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇതൊക്കെ പിന്നെ എന്താ ഇതിത്തെ വെള്ളം കുടിച്ചിട്ടാണ് ഗൈസ് ഞാൻ കുറേ കാലം നടന്നത്. ഇവിടെ കുടിവെള്ളം ഉണ്ട്. എന്നിട്ട് ഇതിത്തെ വെള്ളം കുടിച്ചു. കാരണം ഇതിത്തെ വെള്ളം പ്രത്യേക തണുപ്പും ടേസ്റ്റ് ഒക്കെ ഒരുപാട് രോമരപ്പോഴും ഗ്രൗണ്ടൊക്കെ കാണാൻ തരണ്ട്. ഇതാ കഞ്ഞിപ്പരാണ്ട് നോക്കണ്ടേ. ഇതാണ് ഗൈസ് ഞങ്ങളെ അത് പുതിയ ബിൽഡിംഗ് ആണ്. UP വിഭാഗം ഇതാണോ. ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫസ്റ്റത്തെ 8ാം ക്ലാസ്. പിന്നെ അതാ അതിൻ്റെ മുകളിലത്തതിൽ ഈ തലക്കത്തെ ക്ലാസ് ഇതിൻ്റെ 8ാം ക്ലാസ് 2ാം വട്ടം പോയത്. പിന്നെ അതാ ഇവിടുന്ന് ഇതിൽ ആ ഫസ്റ്റത്തെ മേലത്തെ ക്ലാസ് ഉണ്ടോ അതാണ് എൻ്റെ 6ാം ക്ലാസ്. പിന്നെ ഞങ്ങൾ 7ാം ക്ലാസ് 7B ഇവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് 8ക്ക് അങ്ങോട്ട് പോയി. പിന്നെ 9 പോകാൻ പറ്റില്ല, അത് കൊറോണ ആയി. പിന്നെ ഇതാണ് കഴിച്ച് നമ്മളെ കഞ്ഞിപ്പുര. നമ്മൾ പഠിക്കുമ്പോൾ മുതലുള്ള ഒരു ടർഫാണിത്. ഇതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. സ്കൂളിനോട് അടുത്ത് തന്നെ നമുക്ക് ടർഫുണ്ട്. ഡോൾഫിൻ ടർഫ്. പിന്നെ നമ്മൾ പിന്നെ ഗൈസ് ഇവിടുത്തെ മെയിൻ വൈബിലെ സ്ഥലത്ത് അപ്പടെയാണ് ഈ ഓട് വരാം. ഇതിൽ ഞങ്ങൾ ഇതെന്താ വെച്ചാലേ യെസ്. പിന്നെന്താ വെച്ചാൽ ഈ ക്ലാസ്സുകൾ ഗൈസ് നോക്ക്. ഇതാണ് ആ ഫ്രെയിം ആണോ ഗൈസ്. ഇവിടുത്തെ പ്രത്യേകം എന്താണോ, ഞങ്ങൾ ക്ലാസ്സുകൾ ചിലപ്പോൾ മാറ്റും. അപ്പോൾ ഇതാ ഇതിനോട് കൊണ്ടാണ് നോക്കി. ഇതാണ് ആ പണ്ടത്തെ വൈബ് ക്ലാസ്. പണ്ടത്തെ വൈബാട്ടോ. ആ നടുവത്തെ കാർഡ്ബോർഡ് സംഭവങ്ങളൊക്കെ ആണ്. കാർഡ്ബോർഡ് സംഭവങ്ങളും എന്താ
എന്താണ് ഗൈസ് ഇവിടെ കണ്ടോ? ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കാണിച്ചു തരാം. ഇടുക. ആ ഓ ഗൈസ് ഭാഗ്യമുണ്ട്. ക്ലാസ് തുറന്നിട്ട് പോകും. ഇതുണ്ടോ? ഇത് ഗൈസ് ഇതൊക്കെ കണ്ടോ? നൊസ്റ്റ് അടിച്ചു. പണ്ടത്തെ ഇതൊക്കെ എത്ര കൊല്ലം മുന്നേ പഠിച്ചാൽ ഇവിടെ 4-5 കൊല്ലം മുന്നേ പഠിച്ചാൽ. കാർഡ്ബോർഡ് ബ്ലാക്ക് ബോർഡ് അടിച്ചിട്ട്. ഓ ഇത് ഗൈസ് ഇതൊക്കെ നൊസ്റ്റ് തന്നെയല്ലേ സാധനം. ഇപ്പം എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലാതെ എന്താ ഗൈസ് ഇത് ഇവിടെ കാണി മനോഹരമായ ചിത്രം വരച്ചത് നമ്മളെ രാധാകൃഷ്ണ മാഷുണ്ട്. മാഷുണ്ടായിരുന്നു. മൂപ്പര് അടിപൊളി ആർട്ടിസ്റ്റ് ചെയ്യുന്നു. ചിത്രരചന മാഷായിരുന്നു. ബോർഡ് കൊടുത്തത്. ആ ചിത്രരചന മാഷ ചെയ്യുന്നു. മൂപ്പര് വരച്ചാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മ. മൂപ്പര് വരക്കണേ ഞാൻ അങ്ങനെ നിന്ന് കണ്ടൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോഴും. ഇതൊക്കെ വരച്ചിരുന്നു അടിപൊളി. പിന്നെ ഗൈസ് ഇത് നമ്മളെ നെക്സ്റ്റ് സ്ഥലം ഞാൻ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വായിച്ചൊക്കെ കാണാം. ചെമ്പളുണ്ട് ഗൈസ്. ഈ ചെമ്പിലൊക്കെ ചോറും സാമ്പാറൊക്കെ വെച്ചിട്ട് നമ്മളെ ഗ്രൈൻഡർ ഈശോ പറഞ്ഞു കൊടുത്താ ഇവിടെ ചോറച്ചു കുണിച്ച് ഇല്ല. ആ കഴിച്ചു 2 വട്ടം. മറ്റേതിന്റെ ഗൈസ് ഞാൻ 2000 വട്ടം മറ്റേ കലോത്സവം പോലത്തെ ഒരു സംഭവം അല്ലേ? എന്താ അതിന്റെ പേര്? സബ്ജില. കലോത്സവം പോലത്തെ ഒരു പരിപാടി. അതിനെന്താ പറയില്ല? അതെന്താ കലോത്സവം പോലത്തെ പരിപാടിയോ? ആ എന്താ എടാ കലോത്സവം പോലത്തെ ഇവിടെ ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടാവലുണ്ട്. ഇവിടെ കുട്ടികളുടെ പൊലിമ ഇവിടുത്തെ നല്ല ഫുഡ്. 2019 സത്യമാണല്ലോ. ഈ കഞ്ഞിപ്പുരത്തെ മെയിൻ സാധനം ഏതോ ഞാൻ ആദ്യം ഇവിടെ 6 വന്നപ്പോൾ 6ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ന് വെച്ചാൽ ചോറ്, പിന്നെ കഞ്ഞിവെള്ളം കിട്ടും, സാമ്പാർ, കൂട്ടാൻ, അച്ചാറ്, അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്. ഞങ്ങളൊരു ഇൻ്റർവ്യൂവിൽ സമയം കഴിഞ്ഞാൽ ഇവിടെ കഞ്ഞിവെള്ളം ഇവിടെ കൊടുന്ന് വെക്കും. അപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഹാങ് ഓവറൊക്കെ പോകും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വന്നൊരു കഞ്ഞിവെള്ളം കുടിച്ചാലേ ചോറ് കഴിക്കും. പിന്നെ ആ ബെല്ലിനടിച്ച് കഴിഞ്ഞാൽ ഈ കാക്കക്കൂട്ടം വരാൻ എല്ലായിടത്തും കുട്ടികൾ വരും. ഞങ്ങളെന്ത് ചോദിച്ചാൽ ഞങ്ങളുടെ ക്ലാസ് ഇവിടെ മണ്ടി ഒന്ന് ഇവിടെ നിൽക്കും. ഈ സ്റ്റോർ റൂം ഷോറൂമുണ്ട്. പക്ഷെ ആദ്യം പുതുക്കി ആദ്യത്തെ കഞ്ഞിപ്പുര പറഞ്ഞല്ലോ 6 പഠിക്കുമ്പോൾ കഞ്ഞിപ്പുര ഇതല്ല, അവിടെ ഒന്നും കഞ്ഞിപ്പുര ഉണ്ടായിരുന്നു. ആദ്യമൊന്നും കഞ്ഞിപ്പുര പറഞ്ഞ കഞ്ഞിപ്പുര. കാരണം മോര് കറി, സാമ്പാർ, ചോറ്, അടിപൊളി കൂട്ടാനും കാരണമൊക്കെ നല്ല ഫുഡായിരുന്നു. അത് ഇപ്പോൾ പോയി. കാരണം അത് നമ്മുടെ സ്കൂളിൻ്റെ നവീകരണമായിട്ട് അത് പോയി. പക്ഷേ ഇവിടുത്തെ ആ ഫുഡ് എന്ന് പറഞ്ഞാൽ അത് എന്നും ഒരു ടേസ്റ്റ്. കാരണം റേഷൻ പിടിച്ച ചോറ്, പിന്നെ നല്ല സാമ്പാർ, അടിപൊളിയായിരുന്നു. അങ്ങനെ കഴിച്ച് ആ ഫുഡ് തരും. പിന്നെ കഴിച്ച് ഇടയ്ക്കിടക്ക് മുട്ടിയും പാലും പഴവും കിട്ടും. അരി ആ ഗൈസ് 25 കിലോ അരി കിട്ടും. അല്ല 5 കിലോ അരി കിട്ടും ഇവിടുന്ന്. 5-10 കിലോ അരി കിട്ടും. അടിപൊളിയായിരുന്നു. അതൊക്കെ പോയി ആ കാലൊക്കെ. അപ്പോൾ ഈ സ്കൂള് പിന്നെ ഈ ബ്ലോക്ക് പുതിയ വന്നു. ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഈ ബ്ലോക്ക് ഇതിലെന്താ ക്ലാസ്സാ? ആണ് F ബ്ലോക്ക് ഉണ്ടോ? ഞാൻ അതിലാണ് ഗൈസ് ഇതൊക്കെ പഠിച്ചത്. ഉറുദുവിന്റെ ഫസ്റ്റ് ക്ലാസ് എനിക്ക് അവിടെ ഞാൻ ഉറുദു പഠിച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ ഉറുദു പഠിച്ചിരുന്നു അവിടെ. +2 ടൈമിലല്ലേ? 6 ബ്ലോക്ക് 6, 7, 8 ഞാൻ ഉറുദു പഠിച്ചത് ഇവിടെ ക്ലാസ്. പുതിയതായിട്ട് പഠിച്ചിട്ടില്ലല്ലോ. ഞാൻ 6 മുതൽ +2 വരെ. പിന്നെ ഈ ബ്ലോക്ക് പേരൊന്നുമില്ല. ഈ ബ്ലോക്ക്, F ബ്ലോക്ക്, അങ്ങനെ ഈ ബ്ലോക്ക് അതൊന്നുമില്ല. ഈ ബ്ലോക്ക്, F ബ്ലോക്കുള്ള പേരൊന്നുമില്ല. അതൊക്കെ പുതിയത്. അപ്പൊ ഗൈസ് റമദാനാവുണ്ട് നമ്മളൊരു പാട്ട് പാടാണ്. ഏത് പാട്ട് പാടണം? ഏതാ? ഇവിടെ ഇരുന്ന് പാട്ട് പാടിയിട്ട് ഗേറ്റ് അടച്ചാൽ പുറത്താക്കും. ഗൈസ് ഈ ഗേറ്റ് അടച്ചു ഉണ്ടോ? പിന്നെ ആ കട, ഈ കട ഒരു ബേക്കറി. ഇവിടെ ഒരു താത്താന്റെ വീട് ഉണ്ട്. ഇവിടെ ഈ കടകളൊന്നല്ല. ഇവിടെ പണ്ടത്തെ കാക്കാര് കുറച്ച് പെട്ടി കടകളുണ്ട്. നമ്മൾ യൂസ് പാക്കാൻ കട, മയമലക്കാന്റെ കട, ബാബുട്ടേക്കാന്റെ കട, പല കടകളുണ്ടായിരുന്നു. അതിലെങ്ങനെ വെച്ചാൽ നമുക്ക് അടിപൊളി മുട്ടായികള്, കാര്യങ്ങള്, നുറുക്കിമാങ്ങ ഓർമ്മ എനിക്ക്. നുറുക്കിമാങ്ങ ഞാൻ 6 വരുമ്പോ വെച്ചാൽ ഒരു പാക്കറ്റില് മാങ്ങ നുറുക്കിട്ട് മാങ്ങ തിന്നും ചെയ്യും. അടിപൊളി. അതന്നെ നമ്മളെ ഇവിടെ സൈഡിലായിട്ട് താത്താന്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. താത്തണ്ട് പക്ഷെ കട കട ഉണ്ടോ അറിയില്ല. ഇപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ നമുക്ക് ഫീൽ ആവും ഇവിടെ പഠിക്കാൻ. വേറെ സ്ഥലത്ത് കുറെ കാര്യങ്ങൾ പഠിക്കണം. സ്കൂൾ എന്താ വെച്ചാലേ സ്കൂൾ അതൊരു സംഭവമാണ്. കാരണം നമ്മുടെ ലൈഫിൽ ഒരു വട്ടം കിട്ടുള്ളൂ. പിന്നെ നമുക്ക് കൊതിയാവും. ഞാൻ പറയട്ടെ, സത്യം പറയട്ടെ, ഇതിപ്പോ പ്രസന്റേഷനിലുള്ളവർ ചിലപ്പോ കാണും. പക്ഷെ ഞാൻ സത്യം പറയാ, എന്റെ വൈബ് ഈ സ്കൂളായിരുന്നു. പ്രസന്റേഷൻ നമുക്ക് വൈബ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ സ്ട്രിക്റ്റ് അത്യാവശ്യം. പക്ഷെ ഇവിടെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫ്രീഡം ഉണ്ട്. പക്ഷെ
വല്ലാതെ ഓവർ ഫ്രീഡം ആയി freedom ഇല്ല, കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കാര്യത്തിന്. പക്ഷെ കച്ചറട്ടാന്ന് നമുക്ക് ഞങ്ങളതിന് നിന്നിട്ടില്ല. പക്ഷെ അതിന് നിൽക്കണവർക്ക് പ്രശ്നമായിരുന്നു. അതൊക്കെ പിന്നെ അങ്ങനെ പോയി. അപ്പൊ ഗൈസ് ഇതിന്റെ മുകളിലൊക്കെ ഈ ഊട്ടുപേരുടെ ഇതിന്റെ ഫുഡൊക്കെ കൊടുത്തായിരുന്നു പൊലിമയുടെ ടൈമില്. അതാ 6C കാണാണ്ടോ അറിയില്ല. അതാ 6C 6B. പക്ഷെ അതൊക്കെ പഴയ ബ്ലോക്ക് അല്ല അല്ലേ? പഴയ ബ്ലോക്ക് അല്ല. അവിടെ ആദ്യം എങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഗൈസ്, മുകളിൽ 6, 7, പിന്നെ ഇവിടെ 5 ആയിരുന്നു. ഈ അടിയിൽ 5 ആയിരുന്നു. പക്ഷെ അടിയിൽ 5 ഉണ്ട്. ഇവിടെ പഠിച്ച കുട്ടികളെ കാണാണല്ലോ. അതാ ഇത്ര ഉണ്ടാവുള്ളൂ 5ാം ക്ലാസ് പഠിച്ച കുട്ടികളൊക്കെ. ഇപ്പൊ 10 പഠിക്കണവരെ നമ്മളെക്കാളായിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ സ്കൂളിന്റെ കാര്യങ്ങള്. പിന്നെ ഇതിൽ പറയണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാതെ എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഈ സ്കൂള് അതതിൻ്റെ ഒരു അല്ലേ, സ്കൂളിന്റെ വൈബ്. സ്കൂൾ ഗൈസ് അത് എന്നും തീരാ നൊമ്പരാണ്. മെതുവാ പോര് യദുവാണ് സ്റ്റോപ്പ് ഗൈസ്. കണ്ടോ, അങ്ങനെ നമ്മളെ സ്കൂൾ കുറെ കാഴ്ചകളുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ഒന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇറങ്ങാം. ഗ്രൗണ്ട് എല്ലാവരും കണ്ടോ, എ ബ്ലോക്ക് കാര്യങ്ങള്. ഗൈസ് ഇവിടെ സ്റ്റെപ്പ് ചെയ്യുന്നു ആദ്യം. എന്താണ് ITC? ഇതാ ഗൈസ്, ഇത് നമ്മളെ അടിപൊളി കുടിവെള്ളമാണ്. കുടിവെള്ളം ഗൈസ് എൻ്റെ 10ാം ക്ലാസ് കേട്ടോ. 10ാം ക്ലാസ് ഇതാണ് 10D. ഇതല്ല, ഇത് 10D ആക്കിയതാണ്. ഇത് 10D ആദ്യം. പിന്നെ ഗൈസ് നമ്മളല്ല കൂടാരം. ഇവിടെ മീനൊക്കെ ഉണ്ട്, ഗപ്പിയൊക്കെ ഉണ്ട് ഇവിടെ. ഗൈസ് ഇന്നലെ ഞാൻ പരീക്ഷ ക്ലാസ് ഇതാ. ഇതിലാണ് ഞാൻ നല്ല പരീക്ഷ ചെയ്ത്. രജിസ്റ്റർ നമ്പർ ഉണ്ടോ? ഇല്ല, അതിന്റെ മുകളിൽ ഒട്ടിച്ചു. നിസ്കാരം ഒരു ടോയ്ലറ്റ് ഗേൾസിന്റെ നിസ്കാരം. ഇത് നമ്മുടെ പള്ളി ഇവിടെ ഇവിടെ ഇത് പള്ളിയെന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡ് കേട്ടോ, നമ്മൾ രാധാകൃഷ്ണൻ മാഷ് കൊടുത്തേ കണ്ടോ. രാധാകൃഷ്ണൻ സ്പോൺസർ ബൈ രാധാകൃഷ്ണൻ ഡ്രോയിങ് ടീച്ചർ ഡ്യൂട്ടി മൂപ്പരാണ് ഇത് സ്പോൺസർ ചെയ്തത്. അപ്പൊ ഗൈസ് ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. എന്തിനു പറഞ്ഞോ, വീട്ടിൽ പോകണം ഗൈസ്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എല്ലാവരും രണ്ടാളുടെ സ്കൂൾ ടൂർ ഇനി കിടക്കുകയാണ്. കുക്കിംഗ് വീഡിയോ വരുന്നുണ്ട് ഗൈസ്, അത് നമ്മൾ സെറ്റ് ആക്കും എന്തായാലും. പിന്നെ വേറെ കിട്ടിലും കൊളാബറേഷൻ വരാണ്ട്. ആ കൊളാബറേഷൻ വരാണ്ട് ഗൈസ്. അത് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പൊ ഗൈസ് ചാനല് ഗൈസ്, അപ്പൊ ചാനൽ ലൈക്ക് ചെയ്യുക. വേറെ കിട്ടിലും കൊളാബറേഷൻ വരാണ്ടേ. അതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതിന്റെ ആട്ടം മുട്ടിക്കണം. അപ്പൊ നമുക്ക് വീട്ടിൽ പിന്നെ കൊളാബറേഷൻ ആരായിട്ടാന്ന് ഗസ് ചെയ്യാൻ പറ്റിയ ഗസ് ചെയ്യാം. പാട്ടുകാരനാവാം, മികച്ചൊരു പാട്ടുകാരനാണ് ഇപ്പത്തെ എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ അത്ര നമ്മുടെ വീഡിയോസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്. മഞ്ഞപ്പത്തി ശേഷം കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ.